ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നലെ എനിക്കിതൊന്നും തളിച്ചു കൊടുക്കാൻ സമയം കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ എന്തായാലും ഒരു ഇൻസെക്ടിസൈഡ് തളിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇത് വേറൊന്നുമല്ല, ഇത് ബയോ എൻസൈം എന്ന് പറയും. ബയോ എൻസൈം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് അറിയായിരിക്കും. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾ പീൽ യൂസ് ചെയ്തിട്ട് ഒരു 2 മാസം. ഇത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ടില്ല. ഇത് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് നല്ല വെള്ളം പോലെ ആകുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഇത് 1 മാസമായിട്ടുള്ളൂ. ഞാൻ ഇത് യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇതിനെ കുറച്ചും കൂടി എടുത്ത് നീം ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കുപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി എല്ലാത്തിൻ്റെയും ഒരു 3 to 4 ml ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ നമ്മളുടെ വെളുത്തുള്ളിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇത് ഏകദേശം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന് കരിഞ്ഞു പോകും കേട്ടോ. ഇത്രയേ ഉള്ളൂ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബയോ എൻസൈം ഇത്ര എടുത്തു. ഇനി ഞാൻ അതിലേക്ക്, ഇത് നമ്മുടെ ഹാൻഡ് വാഷ് ആണ്. ഹാൻഡ് വാഷ് ഞാൻ ഒരു 2 തുള്ളി ഇത്ര ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് നീം ഓയിലാണ്. ശരിക്കും ഈ നീമിസൈഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് യൂസ് ചെയ്യാൻ നല്ലത്, എളുപ്പം. ഇത് ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യാൻ പാടാ. നിങ്ങൾ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. എനിക്ക് കിട്ടിയില്ല, അവസാനം ഇതാ കിട്ടിയത്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് നിങ്ങളിതിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും ഈ ഇലയുടെ എല്ലാ വശത്തും ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കോ കേട്ടോ. കാരണം ഇതിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും പുഴു മുട്ടയിട്ട് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ഇതിന് നീം ഓയിലൊക്കെ തളിച്ചു കൊടുത്തു, ബയോ എൻസൈം ഒക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മൾക്ക് ഇനി ഞാൻ വിചാരിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ തടം എടുത്തിട്ടുണ്ട് ചീര പാകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എൻ്റെ ഒരു ബ്ലാത്താങ്കരയുടെ വിത്തും കിട്ടിയിട്ടുണ്ട്. പിന്നെ പിങ്കി വൈറ്റിൻ്റെ, അതായത് സുന്ദരി ചീര, അതിൻ്റെ വിത്തും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് രണ്ടും ഒന്ന് പായി കൊടുക്കാവേ. അപ്പോൾ ചീരവിത്ത് പാകാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ചിരട്ടയ്ക്കകത്ത് കുറച്ച് മണലെടുത്ത് അതിനകത്തേക്ക് ചീരവിത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കാരണം നമ്മളിങ്ങനെ വിത്ത് പാകി അത് കുറേ ഒരു സ്ഥലത്ത് പാകി അത് കിളിർത്ത് അത് പിന്നെ അവിടുന്ന് പറിച്ച് മാറ്റി നടുമ്പോഴത്തേക്കും, ഞാൻ പറഞ്ഞല്ലോ റൂട്ട് ഷോക്ക് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാവും. അതായത് പിന്നെ നമ്മൾ മാറ്റി നടുന്നിടത്ത് ആ വിത്തുകൾ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേര് സ്പ്രെഡായി പിന്നെ അബ്സോർബ് ചെയ്ത് അപ്പം അത് വളർച്ചയെന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയി പോകും. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ഏത് വിത്താണേലും, ഇപ്പം എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ്, അതായത് ഇപ്പം ഞാൻ 1 മാസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടാനും എടുക്കാനും ഒക്കെ റെഗുലറായിട്ട് ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ വിത്ത് നടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പിന്നെ നമുക്ക് അവിടെ വളം ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതായിരിക്കും നല്ലത്. അതായത് അവിടെ വളമിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് വേഗം സ്പ്രെഡായി നന്നായിട്ട് വളരും. അതുപോലെ ഞാൻ ഈ തടമാണെങ്കിൽ 2 ദിവസം മുന്നേ എടുത്ത് വെച്ച് അതിനകത്ത് ഡോളോമൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഇട്ടിരുന്നതാണ് കേട്ടോ. കാരണം ഇത് പുതിയ മണ്ണാണ്, നമ്മൾ അടുത്തടുപ്പിച്ച മണ്ണാണ്. അപ്പം ഈ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ഉണ്ടായിരുന്ന പോലത്തെ ഡാർക്ക് കളറിലെ സോയിലല്ല. അതിന് വളക്കൂറ് ഭയങ്കര കുറവാണ്, നമുക്കറിയത്തില്ല. അപ്പം കൂടുതലും ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ട ചെടിക്കകത്തൊക്കെ ആണെങ്കിലും ഞാൻ ഇതിനകത്ത് ട്രൈക്കോഡർമയും കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ടിട്ട് പോലും നീച്ചൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ആ
മൂടിൻ്റെ ഭാഗം ചീഞ്ഞ് നമ്മുടെ ചെടി വേഗം നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് അസിഡിറ്റി കൂടുതലായതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ അതുകൊണ്ട് 2 ദിവസം മുന്നേ ഇങ്ങനെ ഡോളോമൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഈ തടം. അത് കഴിഞ്ഞിട്ട് ഞാൻ പാകി ഇതെങ്ങനെ കിളിർത്ത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിത്ത് കൂട്ടിയിട്ട് കിളിർപ്പിച്ച് അവിടെ നിന്ന് പറിച്ച് മാറ്റുന്നതാണ് ഇതിന് മുന്നേയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഇത്തവണ ഞാൻ ഇത് പാകിയാണ് കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ നെല്ലൊക്കെ ഇടുന്ന പോലെ ഇങ്ങനെ ആ ചരലിനകത്ത് മിക്സ് ചെയ്ത് വിതറി കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ കിളിർത്ത് വരുമ്പോഴത്തേക്കും അറിയാം. അതുപോലെ ഞാൻ വ്ളാത്താങ്കരയുടെ വിത്ത് ഞാൻ ഒരു സ്ഥലത്തുനിന്ന് സംഘടിപ്പിച്ചു കേട്ടോ. വ്ളാത്താങ്കരയും കിട്ടി, പിന്നെ അതുപോലെ സുന്ദരിച്ചീരയുടെ വിത്തും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് സമ്പൂർണ്ണ എന്ന് പറയുന്നൊരു വളമാണ് കേട്ടോ. ഞാൻ നമ്മളുടെ ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ സെറ്റാകാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാനിത് നമ്മളുടെ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച സമ്പൂർണ്ണ പ്ലസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കായ്ഫലം തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. അത് 250 ഗ്രാമിൽ 300 ഗ്രാം വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാൻ അവരതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഞാൻ അതുപോലെ ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പം ഇതോടുകൂടി നമ്മളുടെ വീഡിയോ പരിപാടികൾ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. ഒരുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം കുട്ടികൾക്കൊക്കെ അവധിയായി തുടങ്ങുന്ന സമയമാണല്ലോ. അപ്പോൾ അവരെ ഈ ഒരു ചെടികളിൽ വളരുന്നതും പൂ ഉണ്ടാകുന്നതും, അതായത് അവരെ ഫോണിൻ്റെ അഡിക്ഷനിൽ നിന്ന് മാറ്റി അവർക്ക് എന്തെങ്കിലും ഒരു എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് ഫ്രീ ആകും, അവർ കൂടുതൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ്ഡ് ആകും. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റിയ സമയമാണ് കേട്ടോ ഇത്. അപ്പോൾ പേരൻസ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം തീർച്ചയായിട്ടും. അവർ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ അവരുടെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങണം, മണ്ണ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം, മണ്ണിനെ സ്നേഹിച്ചാൽ തിരിച്ചെന്തെങ്കിലും തരുമെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ഒരു മനുഷ്യന്മാരാകണം കേട്ടോ. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ